ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ദിവസമാണ്. ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗം നടത്തുമ്പോൾ അത് കേട്ട് ലോകത്തിലെ ഒരു വലിയ രാജ്യം അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അത് ചൈനയാണ്, സംശയമൊന്നും വേണ്ട. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മുതൽ ആകാശത്ത് പറക്കുന്ന യുദ്ധവിമാനങ്ങൾ വരെ, സമുദ്രത്തിനടിയിലെ അന്തർവാഹിനികൾ മുതൽ ബഹിരാകാശത്തെ സാറ്റലൈറ്റുകൾ വരെ, ഇവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഒന്നുണ്ട്. അതാണ് അപൂർവ ഭൂമി മൂലകങ്ങൾ അഥവാ റെയർ എർത്ത് എലമെന്റ്സ്. ഇത്രയും കാലം ഈ വിഭവത്തിന്റെ 90% നിയന്ത്രിച്ചിരുന്നത് ചൈനയായിരുന്നു. ലോകത്തെ ഭീഷണിപ്പെടുത്താൻ ചൈന ഉപയോഗിച്ച അതേ ആയുധം ഇനി ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നു. അതെ, ബജറ്റിലെ ആ ഒരു പ്രഖ്യാപനം 4 സംസ്ഥാനങ്ങളിൽ റെയർ എർത്ത് കോറിഡോറുകൾ സ്ഥാപിക്കും. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രഖ്യാപനമായി തള്ളരുത്, മറിച്ച് ചൈനയുടെ ആഗോള സാമ്പത്തിക ആധിപത്യത്തിന് മേൽ ഇന്ത്യ തൊടുക്കുന്ന കൃത്യതയാർന്ന ഒരു ബ്രഹ്മാസ്ത്രമാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ലോകത്തിന്റെ പുതിയ ടെക്നോളജി ഹബ്ബായി മാറാൻ പോകുന്നത്? എന്താണ് ഈ ഇടനാഴി പദ്ധതി? ഈ ഇന്ത്യ എങ്ങനെയാണ് ഈ രഹസ്യ യുദ്ധത്തിൽ വിജയിക്കാൻ ഒരുങ്ങുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പരിശോധിക്കുകയാണ്. ഇന്ത്യയുടെ തലവര മാറുന്ന ഈ കഥ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ അപൂർവ ഭൂമി മൂലകങ്ങൾ എന്ന്? ഇവ ശരിക്കും അപൂർവമാണോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ ലാന്തനം, സീരിയം, പ്രസിയോഡൈമിയം, അതുപോലെ തന്നെ നിയോഡൈമിയം എന്നിങ്ങനെ 17 മൂലകങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണിത്. ഇവ ഭൂമിയിൽ ഒരിടത്തും വലിയ കട്ടികളായി കാണപ്പെടില്ല. മണ്ണിലും മണലിലും വരെ ചെറിയ അളവിൽ മാത്രമേ ഇവ കാണപ്പെടൂ. അതുകൊണ്ട് തന്നെ ഇതിനെ റെയർ എന്ന് വിളിക്കുന്നു. ഇവയെ വേർതിരിച്ചെടുക്കുക എന്നത് അങ്ങേയറ്റം സങ്കീർണവും പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതുമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇതില്ലാതെ ഇന്നത്തെ ആധുനിക ലോകത്തിന് നിലനിൽപ്പുമില്ല. ഇലക്ട്രിക് വാഹനങ്ങളിലെ EV വാഹനങ്ങൾ, നിങ്ങൾ കാണുന്ന ടെസ്ലയായാലും ടാറ്റ ആയാലും അവയുടെ എല്ലാം മോട്ടോറുകൾക്ക് ശക്തി നൽകുന്ന പെർമനന്റ് മാഗ്നറ്റുകൾ നിർമ്മിക്കാനായി ഈ മൂലകങ്ങൾ വേണം. ഇത് കൂടിയേ തീരൂ. പിന്നെ മിസൈലുകളെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഗൈഡൻസ് സിസ്റ്റങ്ങൾ, റഡാറുകൾ, ലേസറുകൾ, ഇവയിലെല്ലാം റെയർ എർത്ത് ഉണ്ട്. പിന്നെ ഗ്രീൻ എനർജി, കാറ്റാടി യന്ത്രങ്ങളുടെ ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ ഇവ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ പെട്രോളും ഡീസലും കഴിഞ്ഞ നൂറ്റാണ്ടിലെ കരുത്തായിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ പുതിയ എണ്ണ ഈ റെയർ എർത്ത് മൂലകങ്ങളാണ്. ആരാണോ ഇത് നിയന്ത്രിക്കുന്നത് അവരായിരിക്കും ലോകം ഭരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ 30 വർഷമായി ചൈന ഒരു കാര്യം മുൻകൂട്ടി കണ്ടിരുന്നു. ഭാവിയിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് തോക്കുകൾ കൊണ്ടായിരിക്കില്ല, മറിച്ച് വിഭവങ്ങൾ കൊണ്ടായിരിക്കുമെന്ന്. ചൈനീസ് നേതാവ് ഡെങ് സിയോവോ പിങ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിന് എണ്ണയുണ്ടെങ്കിൽ ചൈനയ്ക്ക് റെയർ എർത്ത് ഉണ്ട്. അവർ ഖനന മേഖലയിൽ ശതകോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചു. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ലാഭം നോക്കി ഖനനം ഉപേക്ഷിച്ചപ്പോ ചൈന അത് പിടിച്ചെടുത്തു. ഫലം എന്തായിരുന്നു? 2025 ചൈന ചില റെയർ എർത്ത് ലോഹങ്ങളുടെ കയറ്റുമതി നിരോധിച്ചു. അത് അമേരിക്കയെയും ജപ്പാനെയും ഇന്ത്യയൊക്കെ ഒരുപോലെ ബാധിച്ചു. ഒരു ചിപ്പ് നിർമ്മിക്കണമെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കണമെങ്കിലും ചൈനയുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യക്ക് വലിയ തീരപ്രദേശങ്ങളുണ്ട്. നമ്മുടെ മണലില് ഈ വിഭവങ്ങൾ സുലഭമാണ്. പക്ഷെ ഇത്രയും കാലം നമ്മൾ ഇതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അസംസ്കൃത മണൽ കയറ്റി അയച്ചു, തിരികെ വൻ വില കൊടുത്ത് അത് സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി. ഈ വിഡിത്തത്തിനാണ് ഈ ബജറ്റിലൂടെ അന്ത്യം കുറിക്കുന്നത്. നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഈ ഇടനാഴി പദ്ധതി എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പിന്നെ നമ്മുടെ കേരളം, ഈ 4 സംസ്ഥാനങ്ങളെയാണ് പദ്ധതിയുടെ നെടും തൂണുകളായി തിരഞ്ഞെടുത്തത്. എന്താണ് ഈ കോറിഡോറിന്റെ ഉദ്ദേശം? സാധാരണ ഒരു ഫാക്ടറി തുടങ്ങുന്നത് പോലെയല്ല ഇത്. ഒരു കോറിഡോർ എന്നാൽ ഒരു വലിയ എക്കോ സിസ്റ്റമാണ്. തീരപ്രദേശങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നും ശാസ്ത്രീയമായ രീതിയിൽ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. ഇനി ഇതിന്റെ സംസ്കരണത്തിലേക്ക് വരാം. വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമായ ലോഹങ്ങളാക്കി മാറ്റുന്നു. IIT-കളും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു. ഈ ലോഹങ്ങൾ ഉപയോഗിച്ച് സ്ഥിരം കാന്തങ്ങളും ചിപ്പുകളും നിർമ്മിക്കുന്ന വൻകിട ഫാക്ടറികൾ വരുന്നു. ഇതുവഴി ലോജിസ്റ്റിക് ചെലവ് കുറയുകയാണ്. ഒരു സ്ഥലത്ത് ഖനനം നടക്കുമ്പോൾ തന്നെ അതിന്റെ അടുത്തുള്ള ഫാക്ടറിയിൽ അത് ഉൽപ്പന്നമായി മാറും. ഇതിനെയാണ് ആത്മനിർഭർ ഭാരത് എന്ന് വിളിക്കുന്നത്. മലയാളികളായി നമുക്ക് ഈ ബജറ്റ് വലിയ അഭിമാനത്തിന് വക നൽകുന്ന ഒന്നാണ്. കേരളത്തിന്റെ കടൽ തീരത്തെ കറുത്ത മണലിനെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടില്ലേ? IREL പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ രീതിയിൽ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പുതിയ ഇടനാഴി വരുന്നതോടെ കേരളം ഒരു ഹൈടെക് ധാതു കേന്ദ്രമായി മാറും. ചവറയും മണവാളക്കുറിച്ചിയും പോലെയുള്ള സ്ഥലങ്ങൾ ലോക ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെടും. കേരളത്തിലെ യുവാക്കൾക്ക് ലണ്ടനിലോ ദുബായിലോ പോകാതെ തന്നെ ലോകോത്തര കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ എങ്ങനെ രാജ്യത്തിന്റെ കരുത്താക്കി മാറ്റാം എന്നതിന്റെ മാതൃകയായിരിക്കും ഈ പദ്ധതി.
ബജറ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം 7,820 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിയാണ്. റെയർ എർത്ത് സ്ഥിരം കാന്തങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കാണ് ഈ തുക ലഭിക്കുക. 6,000 മെട്രിക് ടൺ ഉൽപാദന ശേഷിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും കാറുകളുടെയും ഒക്കെ വില കൂടുതലാകാൻ പ്രധാനപ്പെട്ട കാരണം അവയിലെ മോട്ടോറുകൾ ചൈനയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കാൻ തുടങ്ങുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില പകുതിയോളമായി കുറയാനും സാധ്യതയുണ്ട്. സാധാരണക്കാരന് ഇതിലും വലിയ എന്ത് ഗുണമാണ് ലഭിക്കാനുള്ളതല്ലേ? റെയർ എർത്ത് മാത്രം പോരാ, നമുക്ക് ചിപ്പുകളും വേണം. ഇതിനു വേണ്ടി 40,000 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. സെമി കണ്ടക്ടർ മേഖലയും റെയർ എർത്ത് മേഖലയും കൈകോർക്കുമ്പോൾ ഇന്ത്യ ഒരു ഡിജിറ്റൽ സൂപ്പർ പവർ ആയി മാറും. തായ്വാനും ചൈനയും ലോകത്തെ നിയന്ത്രിക്കുന്നത് ചിപ്പുകൾ വെച്ചാണ്. ഇനി ആ കളിയിൽ ഇന്ത്യയും ഉണ്ടാകും. ഡിജിറ്റൽ ഓട്ടോമേഷൻ സേവന ബ്യൂറോകളും ഹൈടെക് ടൂൾ റൂമുകളും സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ചെറുകിട വ്യവസായങ്ങൾക്കും വലിയ ഉത്തേജനം ലഭിക്കും. സാധാരണ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്ക് പോലും അത്യാധുനിക മെഷീനുകളുടെ സഹായം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ചയായിട്ടും ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സാമ്പത്തിക വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായത്. നിക്ഷേപകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഭാവി കിടക്കുന്നത് ഈ ധാതുക്കളിലാണ് എന്ന്. GMDC ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഹരി വില 7% വർദ്ധിച്ചു. ഒറീസ മിനറൽസ് ഡെവലപ്മെന്റിന്റെ 7%-ഓളം കുതിച്ചുചാട്ടം. വലിയ നേട്ടങ്ങൾ വേറെയും കമ്പനികൾക്ക് രേഖപ്പെടുത്തി. ഇതൊരു ചെറിയ തരംഗമല്ല, ഇന്ത്യയുടെ വ്യവസായിക അടിത്തറ തന്നെ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ റെയർ എർത്ത്, സെമി കണ്ടക്ടർ, ഗ്രീൻ എനർജി മേഖലകളിൽ ഇന്ത്യ വരുത്തുന്ന ഈ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ലോകം ഇന്ന് 2 തട്ടിലാണ്. ഒരു വശത്ത് ചൈന, റഷ്യ, മറുവശത്ത് അമേരിക്ക, യൂറോപ്പ്. ഈ 2 ശക്തികൾക്കിടയിലും ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി ഉയർന്നു വരികയാണ്. അമേരിക്ക പോലും ചൈനയെ പേടിച്ച് അവരുടെ റെയർ എർത്ത് ആവശ്യങ്ങൾക്കായി ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യ ഒരു സപ്ലൈ ഹബ്ബായി മാറുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വില വർദ്ധിപ്പിക്കും. ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുന്ന ഒരു കാലം അതിദൂരമല്ല. നമുക്ക് എന്തായാലും 2026 ഈ ബജറ്റ് വെറും ഒരു കണക്ക് പുസ്തകമല്ല, അത് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒന്നാണ്. ഒരു കാലത്ത് സൂചി മുതൽ വിമാനം വരെ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്തിന് വേണ്ട ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ നൽകാൻ തയ്യാറെടുക്കുന്നു. റെയർ എർത്ത് കോറിഡോറുകൾ ഇന്ത്യയുടെ വ്യാവസായിക വിപ്ലവത്തിന്റെ 2ാം ഘട്ടമാണ്. ചൈനയുടെ ആധിപത്യം തകർത്ത് ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യ മാറുന്ന കാഴ്ചയ്ക്കാകും നമ്മൾ വരും വർഷങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയുടെ ഈ പുതിയ പടപ്പുറപ്പാട് ചൈനയെ ശരിക്കും ഭയപ്പെടുത്തുമോ? കേരളം ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പ്രയോജനം നേടണം? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വാർത്തയും വിശകലനവും മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.